എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴുത്തുവേദനയുമായി ബന്ധപ്പെട്ട് 4 ആഴ്ച ചെയ്ത ആസനങ്ങൾക്ക് ശേഷം 5-ാമത്തെ ആഴ്ച ചെയ്യേണ്ട ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് അർദ്ധചന്ദ്രാസനം, ഭരതവജ്രാസനം, 2 തരത്തിലുള്ള മേരുവക്രാസനം, ശീതളി പ്രാണായാമം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴുത്തിന് വേദനയുമായി ബന്ധപ്പെട്ട് 5-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അർദ്ധചന്ദ്രാസനം, ഭരതവജ്രാസനം, മേരുവക്രാസനം 1, മേരുവക്രാസനം 2, ശീതളി പ്രാണായാമം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം. അർദ്ധചന്ദ്രാസനമാണ് ഇന്ന് ആദ്യം പരിശീലിക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് 2 കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കൈ ശരീരത്തിന്റെ വലതുവശത്തുകൂടി ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഇടത് കൈ ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലത് കൈയും ശരീരവും കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. ഈ നിലയിൽ നിന്നുകൊണ്ട് അല്പസമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത്. അല്പസമയം ഇത് പരിശീലിച്ചതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ വലത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം 2 കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ്. വലത് കൈ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടത് കൈ ഉയർത്തിയും ചെയ്യേണ്ടതാണ്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടത് കൈ ശരീരത്തിന്റെ ഇടതുവശത്തുകൂടി ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ വലത് കൈ ശരീരത്തിന്റെ വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും ഉയർന്നു വന്നിരിക്കുന്ന ഇടത് കൈയും കഴിയുന്നത്ര വലതുവശത്തേക്ക് ചെരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരവും കൈയും നേരെ കൊണ്ടുവരികയും അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം 2 കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ്. ഇങ്ങനെ 2 വശങ്ങളിലേക്കും മാറി മാറി 1-2 തവണ കൂടി ആവർത്തിക്കുക. ഇനി അടുത്തതായിട്ട് ഭരതവജ്രാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് 2 കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. ഇനി ഇടതുകാലിന്റെ മുട്ടുമടക്കി വലതുകാലിന്റെ തുടയുടെ താഴെ വരുന്ന രീതിയിൽ കാല് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. അതിനുശേഷം വലതുകാലിന്റെ മുട്ടുമടക്കി ഇടതുകാലിന്റെ മുകളിൽ വരുന്ന രീതിയിലും വെക്കേണ്ടതാണ്. ഇനി വലത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം ഇടത് കൈമുട്ടിന് മുകളിൽ പിടിക്കുകയും ഇടത് കൈ ഉയർത്തിക്കൊണ്ടുവന്ന് മുകളിൽ വന്നിരിക്കുന്ന വലതുകാലിന്റെ മുട്ടിന് മുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയും
ഇങ്ങനെ 8 10 തവണ ആവർത്തിക്കാവുന്നതാണ്. അതിനുശേഷം ഇരു കാലുകളും നീട്ടിവെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ്. നമ്മൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇനി ഇടതുവശത്തേക്ക് തിരിഞ്ഞും ചെയ്യേണ്ടതാണ്. അതായത് വലതുകാലിന്റെ മുട്ടുമടക്കി ഇടതുകാലിന്റെ തുടയുടെ അടിയിൽ കൊണ്ടുവന്ന് വലതുകാൽ വെക്കുകയും ഇടതുകാലിന്റെ മുട്ടുമടക്കി മടക്കി വെച്ചിരിക്കുന്ന വലതുകാലിന്റെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യുക. അതിനുശേഷം ഇടത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് വലത് കൈയുടെ മുട്ടിന് മുകളിൽ പിടിക്കുകയും വലത് കൈ ഉയർത്തിക്കൊണ്ടുവന്ന് മുകളിൽ വന്നിരിക്കുന്ന ഇടത് കാലിന്റെ മുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഈ നിലയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം വീണ്ടും പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതേ രീതിയിലും 8 10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് ഭരത വജ്രാസനം പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 തരത്തിലുള്ള മേരുവക്രാസനമാണ് പരിശീലിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ മേരുവക്രാസനത്തിന്റെ പല രീതികൾ പരിശീലിച്ചിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേരുവക്രാസനം എങ്ങനെയെന്ന് പറയാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ഏകദേശം ഒരു 1.5 അടി അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ്. ഇനി വലത് കൈ ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം ഇടത് തോളിൽ കമഴ്ത്തി വെക്കുകയും അതോടൊപ്പം തന്നെ ഇടത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് വലതുവശത്തെ പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ ഇടതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയും ഇങ്ങനെ 10-12 തവണ ആവർത്തിക്കാവുന്നതാണ്. അതിനുശേഷം കാലുകൾ ചേർത്ത് വെച്ച് വിശ്രമിക്കേണ്ടവർക്ക് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ്. ഇനി മുമ്പേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും 1.5 അടിയോളം അകത്തി വെച്ച് നിന്നതിന് ശേഷം ഇടത് കൈ ഉയർത്തി വലത് തോളിൽ കമഴ്ത്തി വെക്കുകയും വലത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം ഇടത് പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം കഴിയുന്നത്ര വലതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിലും 10-12 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് ഇന്ന് ചെയ്യുന്ന മേരുവക്രാസനം ഒന്നാമത്തേത് നമ്മൾ പരിശീലിക്കുന്നത്. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം പരിശീലിക്കുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തി നീട്ടിപ്പിടിക്കേണ്ടതാണ്. ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും
ഇരു കൈകളും കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും ഇരു കൈകളും നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും ഇരു കൈകളും കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരവും ഇരു കൈകളും വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയും ഇങ്ങനെ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരവും കൈകളും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരവും കൈകളും വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് കഴിയുന്നത്ര തിരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ശീതളി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക. ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് വെക്കുകയും ചെയ്യുക. ഇതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത്. അതിനുശേഷം വായ അല്പം തുറന്നു പിടിച്ച ശേഷം നാക്ക് പുറത്തേക്ക് നീട്ടി വെക്കുകയും ഒരു കുഴല് പോലെ കൊണ്ടുവരികയും ചെയ്യുക. അതിനുശേഷം വായിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം വായ അടച്ചു പിടിക്കുകയും ചെയ്യുക. പറ്റുന്നത്ര സമയം ശ്വാസത്തെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും അതിനുശേഷം മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ്. ഒന്നും കൂടി പറയാം. വായ അല്പം തുറന്ന് നാക്ക് ഒരു കുഴലുപോലെ പുറത്തേക്ക് നീട്ടി പിടിക്കുകയും വായിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിൽ കയറിയതിന് ശേഷം വായ അല്പസമയത്തേക്ക് അടച്ചു പിടിച്ച ശേഷം ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തുക. മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിൽ 7-8 തവണ ആവർത്തിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അധികമായ ചൂടിനെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രാണായാമം ചെയ്യുന്നത് മൂലം മനസ്സ് ശാന്തമാകുന്നതിനും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പിരിമുറുക്കം മൂലം ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് വളരെയധികം ശമനം കാണാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. കഴുത്തിനു വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് 5-ാമത്തെ ആഴ്ച പരിശീലിക്കാവുന്ന ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഓരോന്നും ചെയ്യുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. 6-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.